നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിജയുടെ അവസാനത്തെ രണ്ടാമത്തെ ചിത്രമായ ദ ഗോട്ട് പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. മങ്കാത്ത പോലെ ഈ വെങ്കട് പ്രഭു ചിത്രം തിയേറ്റർ കുലുക്കും, സൗത്ത് ഇന്ത്യ മുഴുവൻ കുലുക്കും, പാൻ ഇന്ത്യ മുഴുവൻ കുലുക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഇളയ തളപതി വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് മൂവി അത് പരാജയത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. വളരെ മാസായ ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകേണ്ട അദ്ദേഹത്തിന് വളരെ നിരാശാജനകമായ ഒരു സെക്കൻഡ് ലാസ്റ്റ് മൂവിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ ഭയങ്കരമായ നിരാശയിലേക്കും എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മൂവി, അതായത് ഇനി വരാൻ പോകുന്ന മൂവി പ്രതീക്ഷകൾ കാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഓണക്കാലത്ത് ഉടനെ ഇറങ്ങാൻ പോകുന്ന പ്രതീക്ഷകൾ നൽകുന്ന മറ്റ് സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അടുത്തത് വരാൻ പോകുന്നത് ടോവിനോയുടെ ARM അജയൻ്റെ രണ്ടാം മോഷണമാണ്. ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ എത്താനുള്ള എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് ARM. ടോവിനോയും ആ ടീം മുഴുവനായും ARMന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ARMന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വിജയുടെ ഗോട്ട് തന്നെയായിരുന്നു. എന്നാൽ ഗോട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 12-ന് ARM തിയേറ്ററിലെത്തും. ഏകദേശം 5 ഭാഷകളിലാണ് ARM തിയേറ്ററിലെത്താൻ പോകുന്നത്. പ്രമോയിലെല്ലാം അവർ പറയുന്നത് പോലെ പടമെങ്ങാനും കട്ട മാസാണെന്നുണ്ടെങ്കിൽ ടോവിനോ പാൻ ഇന്ത്യ തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ARMന് ശേഷം റിലീസ് പ്രഖ്യാപിച്ചിരുന്ന മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ബറോസ് ആണ്. എന്നാൽ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ലാലേട്ടൻ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ARMന് ശേഷം വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് സൂര്യയുടെ കങ്കുവയാണ്. ശിവ സംവിധാനം ചെയ്തിരിക്കുന്ന സൂര്യയുടെ കങ്കുവ ഏകദേശം ARM പോലത്തെ അതേ പ്ലോട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒക്ടോബർ 10 കങ്കുവയുടെ റിലീസ് ഡേറ്റ്. ARM പാൻ ഇന്ത്യൻ ലെവലിൽ കത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കങ്കുവയ്ക്ക് അതൊരു ക്ഷീണമായെന്നിരിക്കാം. കാരണം രണ്ടും ഏകദേശം ഒരേ പ്ലോട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ARM, കങ്കുവ, ബറോസ് ഈ 3 സിനിമകളും 3D ഫോർമാറ്റിലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 സിനിമകളും ഭയങ്കരമായ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഗ്രൂപ്പിൽ ആദ്യം റിലീസാകാൻ പോകുന്നത് ARM ആയതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഫ്രഷ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ARMന് കഴിയും. കങ്കുവ റിലീസായതിനു ശേഷമാണ് ARM റിലീസാകുന്നത് എങ്കിൽ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് റിപ്പീറ്റേഷനായി ഫീൽ ചെയ്തിരിക്കും. പക്ഷേ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഓണക്കാലം വരുന്നത് കൊണ്ടാവാം ARM ആണ് ആദ്യം റിലീസാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പീരിയോഡിക് മൂവിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ മലയാളിയായ ടോവിനോ തന്നെയാണ് ഓൾ ഓവർ ദ ഇന്ത്യ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ARM പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൽക്കിക്ക് ശേഷം പാൻ ഇന്ത്യൻ ലെവലിലെങ്ങാനും പടം ഹിറ്റായാൽ നമ്മുടെ ടോവിനോയും നവാഗത സംവിധായകനായ ജിതിൻ ലാലും ഇന്ത്യ മുഴുവൻ കുലുക്കും. 2024 ആരംഭം പോലെ മലയാള സിനിമ ഇന്ത്യൻ സിനിമയെ മുഴുവൻ പിടിച്ചു കുലുക്കും. എന്തായാലും വിജയുടെ ഗോട്ട് പരാജയം സമ്മതിച്ചിരിക്കുന്നു. സൂര്യയുടെ കങ്കുവയ്ക്ക് മുന്നേ ARM എത്തുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ ഓൾ ടൈം ഫോർ ടോവിനോ. ടോവിനോയുടെ പടം റിലീസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയമാണിത്. ARM പാൻ ഇന്ത്യൻ ലെവലിൽ ഇന്ത്യ മുഴുവൻ കത്തിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ ഓണചിത്രം ഇന്ത്യയുടെ പൊന്നോണ ചിത്രമാവട്ടെ. കൽക്കി 1000 കോടി വാരിയതുപോലെ ARMും 1000 കോടിക്ക് മുകളിൽ വാരട്ടെ. വരാൻ പോകുന്ന ചിത്രങ്ങളായ ARM, ബറോസ്, കങ്കുവ 3 ചിത്രങ്ങൾക്കും ഓണാശംസകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.